Hi friends, എല്ലാവർക്കും ക്രിയേറ്റീവ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി ഡ്രാപ്പിംഗ് വീഡിയോ ആണ്. നിങ്ങൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഹെവി ബോർഡർ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സാരി ഉടുക്കണതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും അതല്ല എത്ര സാരി എടുത്തിട്ടും ബോർഡറുള്ള സാരി പെർഫെക്ഷൻ ആയിട്ട് കിട്ടണില്ല എന്നുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എല്ലാവരും കാണാൻ മറക്കരുത്, ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാരി പാവാട ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാവലിന് താഴെ വേണം സാരി പാവാട ഉടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് വണ്ണമുള്ളവർക്കാണെങ്കിലും വയറ് കൂടുതലുള്ളവർക്കാണെങ്കിലും നല്ല ഷേപ്പ് കിട്ടും സാരി പാവാട നാവലിന് താഴെ എടുത്താൽ. അപ്പോൾ പൊക്കിളിന് താഴെ സാരി പാവാട ഉടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സാരിയുടെ അറ്റഭാഗം എൻഡ് ഭാഗത്ത് ഇതുപോലെ ഒരു നോട്ടിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഈ എൻഡ് ഭാഗം കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിക്ക് നല്ല മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് സാരി ഉടുക്കുകയാണെങ്കിൽ സാരി കിഴിഞ്ഞു പോവില്ല. ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി പാവാട എപ്പോഴും റൈറ്റ് സൈഡിൽ കെട്ടിവെക്കുക. റൈറ്റ് സൈഡിൽ കെട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഭാഗത്തിൽ സാരി ഒന്ന് പതിയെ മാറ്റിയിട്ട് സാരി പാവാട കെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റിൽ നമുക്ക് പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ സാരി പാവാട കെട്ടാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സാരിയുടെ മോൾ ഭാഗം മടക്കിയിട്ട് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാരി പാവാടനേക്കാളും കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിയിരിക്കണം സാരി, അതല്ലെങ്കിൽ സാരി പാവാട വിസിബിൾ ആവും. ഇനി ഹീൽസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ചെരുപ്പിട്ടിട്ട് സാരി ഉടുക്കുന്നതായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ സാരി കുറച്ച് കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹീൽസ് ഇടാത്തവരാണെങ്കിൽ നമുക്ക് ചെരുപ്പിടാതെ തന്നെ സാരി ഉടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒന്ന് കറങ്ങി സാരി പാവാടയിലേക്ക് സാരി കുറച്ചായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തന്നെ കറങ്ങുന്നതായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ സാരി തട്ടാൻ ചാൻസസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്താണി ഭാഗം ഒരു ചുറ്റിലും കൂടി ചുറ്റി നമ്മൾ ലെഫ്റ്റ് ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ബോർഡർ സാരി ആയതുകൊണ്ട് പകുതിയാണ് അതിൻ്റെ ബോർഡർ വരുള്ളൂ, ഫുള്ളായിട്ട് സൈഡിൽ വിസിബിൾ ആവില്ല ബോർഡർ, കാരണം അത്രയേ ഉള്ളൂ അതിന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്താണി ഭാഗത്തിലെ മുന്താണി നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഈ സാരിക്ക് നമ്മൾ എടുക്കുന്നത്. എന്നാലും ഭംഗിയായിരിക്കും. ഡിസൈനർ സാരീസിന് ലെങ്ത്ത് മുന്താണിക്ക് കുറച്ച് കുറവാണെങ്കിലും ഭംഗിയായിരിക്കും. ഇനി നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബോർഡർ സാരിയാണ്, ഹെവി ബോർഡറാണ്. അതായത് നമുക്ക് ബോർഡർ മടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മടക്കാൻ പറ്റുന്ന ബോർഡർ സാരി ആണെങ്കിൽ നമുക്കൊന്നും കൂടി ആ ബോർഡർ രണ്ടാക്കി മടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സിൽക്ക് സാരീസ് ആണെങ്കിൽ, വലിയ ബോർഡർ ആണെങ്കിൽ. പക്ഷേ ഇതിന് നമുക്കതിന് ഓപ്ഷൻ ഇല്ല, കാരണം ഈ ബോർഡർ മടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡറിൻ്റെ സൈസിൽ തന്നെ ഫസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലീറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ ചെറുതെടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യത്തെ പ്ലീറ്റ്, അതായത് ഫസ്റ്റ് കാണുന്ന ബോർഡർ ഇല്ലേ, അതിൻ്റെ അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അതിനുള്ളിലോട്ടായിരിക്കണം, അതായത് ഈ ബോർഡറിൻ്റെ അകത്തോട്ടായിരിക്കണം ബാക്കിയുള്ള പ്ലീറ്റ്സ്. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുക. ലെഫ്റ്റ് സൈഡിലിട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിസൈനർ സാരീസൊക്കെ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ കുറച്ച് വലിയ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് കുത്തുന്നതായിരിക്കും നല്ലത്. ചെറുത് ഇരിക്കില്ല, അപ്പോൾ വലിയ സേഫ്റ്റി പിന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഈ ഭാഗം, ബോർഡറിൻ്റെ ഭാഗം ഒന്ന് ഫ്രണ്ടിലോട്ട് വലിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് ബോർഡർ അത്രേ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മുന്താണി നമ്മൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ്, അതായത് നീളം കുറച്ചിട്ടാണ് നമ്മൾ മുന്താണി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബോർഡർ ഇത്രയും ഭാഗം തന്നെ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചില സാരികൾക്ക് നമ്മൾക്ക് 6 പ്ലീറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ 7 പ്ലീറ്റ്സ് 9 പ്ലീറ്റ്സ് കിട്ടും ചില സാരികൾക്ക്. പക്ഷേ ചില സാരികൾക്ക് 4 or 5 പ്ലീറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അത് സാരിയുടെ നീളം അനുസരിച്ചിട്ടാണ്. അപ്പോൾ സാരിയിൽ നിന്ന് ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
കിട്ടില്ല അധികം. പക്ഷേ ബ്ലൗസ് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാരിയുടെ പ്ലീറ്റ്സ്, ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നമുക്ക് കുറേ കിട്ടും. അപ്പോൾ ഇതിന് നമുക്കൊരു 4-5 പ്ലീറ്റ്സ് ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ പ്ലീറ്റ് വിട്ടിട്ട് ബാക്കി നമ്മളെടുത്ത ഫ്രണ്ടിലെ സാരി പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഈ ലെഫ്റ്റിലെ പ്ലീറ്റ് വിടുക, എന്നിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സാരി പാവാടയിൽ ടക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാവലിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം അതിൻ്റെ ഞൊറിവുകൾ നമ്മൾ കുത്തേണ്ടത്. അപ്പം മുഴച്ചൊന്നും ഇരിക്കാൻ പാടില്ല. പെർഫെക്റ്റായിട്ട് ഒതുക്കി തന്നെ അകത്തോട്ട് സാരി പാവാടയിലോട്ട് സാരി കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴത്തെ ഉള്ള പ്ലീറ്റിൻ്റെ ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം എടുത്തിട്ടുള്ള സാരി പ്ലീറ്റ്സ് ഒന്നിന് പിറകെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കൂടി കൂട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ തേക്കുന്നവരാണെങ്കിൽ സാരി പ്ലീറ്റ്സ് അങ്ങനെ എടുത്തിട്ട് ഒരു പിൻ 2-3 പിൻ വെച്ചിട്ട് അങ്ങനെ മുകളിൽ അങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രീ പ്ലീറ്റിങ്, അതായത് നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്ത് വെക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അയണിങ് ഒന്നും ചെയ്യണില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡ് ഭാഗം, അതായത് റൈറ്റ് സൈഡ് നമ്മളിതുപോലെ ഒന്ന് അഴിക്കുക. അഴിച്ചിട്ട് കൈ കൊണ്ടുവരിക, ഉള്ളിലൂടെ കൈ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം വിട്ട പ്ലീറ്റ് റൈറ്റിലോട്ട് കൊണ്ടുവരിക, ഉള്ളിൽ കൂടെ തന്നെ. കണ്ടില്ലേ, അപ്പം തന്നെ നല്ല ഞൊറിവുകൾ സൈഡിൽ വരാൻ തുടങ്ങി. കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പിരിക്കുക. ഈ പിരിക്കും തോറും പ്ലീറ്റ്സ്, അതായത് സൈഡിലെ ആ ഞൊറിവുകൾ ഭംഗിയായിട്ട് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇനി അത് ടക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സാരിയുടെ പാവാടയുടെ വള്ളി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ സാരി പാവാട വേണമെങ്കിൽ അഴിച്ചിട്ട് സാരി വേണമെങ്കിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യണമെങ്കിൽ ലൂസ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഭാഗം സാരി പാവാടയിലോട്ട് തന്നെ ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ സാരി പാവാട കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാനും സാരി ഒന്ന് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സാരി പാവാട റൈറ്റ് സൈഡിൽ കെട്ടണമെന്ന്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് കിട്ടും. നിങ്ങൾ പ്ലീറ്റ്സൊക്കെ ഭംഗിയായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുറേ ടിപ്സും ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ഇത് കണ്ടില്ലേ. ഇനി നമ്മൾ മേളിലത്തെ ഭാഗം, അതായത് മേളിലത്തെ പ്ലീറ്റ്സ് എടുത്തിട്ടില്ലേ, അതിങ്ങനെ കഴുത്തിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പ്ലീറ്റ്, അതായത് നമ്മുടെ ബ്ലൗസിനോട് ചേർന്നിരിക്കുന്ന പ്ലീറ്റ് നമ്മൾ ഉള്ളിലോട്ടൊന്ന് വലിക്കുക. വലിച്ചിട്ട് സാരിയുടെ ബ്ലൗസിലോട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാരിയുടെ പ്ലീറ്റ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് കയറി വരില്ല. അപ്പോൾ അതങ്ങനെ ഒതുങ്ങിയിരുന്നോളും. സാരിയുടെ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പിന്ന്, സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ആ ഭാഗം സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ സാരി പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഹെവി ആയിട്ടുള്ള സാരി ആണെങ്കിലും, ഹെവി ബോർഡർ ആയിട്ടുള്ള സാരി ആണെങ്കിലും ഭംഗിയായിട്ട് നമുക്ക് ഉടുക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും. അത് കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിലും ശരി, ഒട്ടും വണ്ണമില്ലാത്തവരാണെങ്കിൽ 2 പെറ്റിക്കോട്ട്, അതായത് 2 സാരി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഈ ഡിസൈനർ സാരീസിന്, അതായത് ഈ ബോർഡർ, ഹെവി ബോർഡർ ആയിട്ടുള്ള സാരീസ് നമ്മൾ എത്ര പിടിച്ചാലും അതിൻ്റെ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് ഇരിക്കില്ല. അല്ലെങ്കിൽ ഒന്നിൽ തേക്കണം. തേച്ചില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് പിടിക്കുക. ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി പ്ലീറ്റ്സ്, അതായത് മുന്താണിയുടെ ഭാഗം ഭംഗിയായിട്ട് കിടന്നോളും. അപ്പോൾ ഇത്രയും ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ കുറേ പേരൊക്കെ സാരി ഉടുക്കുന്നത് വീഡിയോ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ട് സാരി ഉടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ സാരി ഡ്രപ്പിംഗ് വീഡിയോ വണ്ണമുള്ളവർക്കും ഒട്ടും വണ്ണമില്ലാത്തവർക്കും സാരി ഭംഗിയായിട്ട് ഉടുക്കാൻ പറ്റുന്നില്ല എന്ന് ഉള്ളവർക്കും കുറച്ച് വയറ് ചാടിയുള്ളവർക്കും അങ്ങനെ ആർക്ക് വേണമെങ്കിലും പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ സാരി ഉടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.